എല്ലാ വർഷവും നാട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഞാൻ പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നി ബാംഗ്ലൂരിലുണ്ട്, അപ്പം നമുക്കെന്തായാലും ഞാൻ BTM ലേഔട്ടിലാണ്, നല്ല ഏരിയയാണ്, അപ്പോൾ ബിലാൽ മസ്ജിദൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ വർഷം ഇത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ ബിലാൽ മസ്ജിദിലേക്ക് പോയി. എൻ്റെ അമ്മ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലൈറ്റ്, ഞാൻ കയറി പോകുമ്പോൾ തന്നെ ഒരു ബർക്കത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ളൊക്കെ കാണാൻ നല്ല രസമാണ്, നല്ലൊരു റിച്ച് മസ്ജിദാണ് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭക്തിയും ഈമാനും കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈദ്ഗാഹിന് പങ്കെടുക്കുന്ന ഒരു മസ്ജിദാണ് ബിലാൽ മസ്ജിദ്. നാളെ ഇപ്പം കഴിഞ്ഞാൽ റോഡൊക്കെ ഫുൾ ആൾക്കാരായിരിക്കും, റോഡൊക്കെ ബ്ലോക്കായിരിക്കും. അതിന് കുറേ സെക്യൂരിറ്റി പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പം അത്രയും വലിയ പള്ളിയാണ്. ബാംഗ്ലൂരിൽ ബന്നർഘട്ട റോഡിലാണ് ഈ പള്ളി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് BTM ലേഔട്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ റൂമിൽ നിന്നൊക്കെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം ദൂരമുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തെത്തുന്നൊരു പള്ളിയാണിത്. അപ്പോൾ നൈസാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ബിലാൽ മസ്ജിദിലാണ്. ഇത് വന്നിട്ട് ബന്നർഘട്ട റോഡ്, BTM ലേഔട്ടിൻ്റെ അടുത്തായിട്ട് വരും. ഒരുപാട് പ്രത്യേകതയുള്ളൊരു മസ്ജിദാണിത്. നാളെ ഇവിടെ ഏറ്റവും വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഈദുൽ അദ്ഹയുടെ പെരുന്നാൾ നമസ്കാരം, അതായത് ഈദ്ഗാഹ് നടക്കാൻ പോവുകയാണ്. ഇവിടെ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഈദ്ഗാഹ് ആയിരിക്കും. ഈ ഒരു ഏരിയയിലെ എല്ലാ പള്ളിയിലുള്ള ആൾക്കാരും ഇവിടെയാണ് വരുന്നത്. മെയിൻ ഇമാമുമാർ, ഈ ഒരു ഏരിയയിലുള്ള മെയിൻ ഇമാമുമാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന നിസ്കാരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വലിയ പള്ളിയാട്ടോ, വലിയ പള്ളിയാണ്. ഒരു റോയൽ ഫീലാണ് ഇവിടെ, മാഷാ അല്ലാഹ്. അപ്പം നാളെ ഇവിടെ നിന്നാണ് ഞാനും നിസ്കരിക്കാൻ പോകുന്നത്, പെരുന്നാൾ നിസ്കാരം ഇൻഷാ അല്ലാഹ്. ഓക്കെ. പള്ളിയുടെ ഉള്ളൊക്കെ നല്ല ഗ്രാൻഡാണ് കേട്ടോ, കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാനിവിടെ ബിസ്മില്ലാ മസ്ജിദും ഇതുപോലൊക്കെ തന്നെയാണ്. നാളത്തെ അറവിനുള്ള നമ്മുടെ ഉലുഹിയത്തിനുള്ള ആടുകളൊക്കെ റെഡിയാണ്. സോ ഞാൻ പിന്നെ വരുമ്പോഴത്തേക്ക് നൈറ്റായി. അപ്പം ചുമ്മാ വീഡിയോസ്, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇത് പള്ളീൻ്റെ ഒരു നൈറ്റ് വ്യൂ ഒക്കെയാണ് കേട്ടോ, നല്ല രസമാണ്. പള്ളിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരു വലിയ മെയിൻ റോഡ് കടന്നിട്ട് വേണം നമ്മൾ ആ പള്ളിയിലേക്ക് എത്താനായിട്ട്. ഇവിടുത്തെ ഏറ്റവും പേരുകേട്ട മസ്ജിദാണ്. അപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തിരക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അത്രയ്ക്ക് വലിയ തിരക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ ബൈ.